ഞാൻ കയറിയ സമയത്ത് ഞാൻ ആരോടും പറയാതെയാണ് പോയത്. എന്നിട്ട് എൻ്റെ കോളേജിൽ എനിക്ക് ലീവ് കിട്ടണമല്ലോ, അപ്പോൾ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാമോ ഞാൻ കയറുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് കയറിയതായിട്ട് എവിടെയെങ്കിലും തെളിയിപ്പിക്കാൻ പറ്റുമോ? പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്, ഇവരകത്ത് കയറിയതിന് ശേഷം ജാസ്മിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നു. എല്ലാവരുടെയും വീഡിയോ വന്നു അല്ലേ, കുറേ വീഡിയോകളാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി കുറേ പേര് ബാക്കിൽ നിന്ന് പോകുന്നതിന് യാത്ര പറഞ്ഞ് സംസാരിക്കുന്ന ഒരു സാധനം വന്നു, ശ്രദ്ധിച്ചോ? അപ്പോൾ പലരും പബ്ലിസിറ്റിയെ കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഞാനൊക്കെ മണ്ടനായിരുന്നല്ലേ? അല്ലടാ, ഞാനൊക്കെ സത്യസന്ധമായി നിന്നതുകൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള കോടിക്കണക്കിന് സഹോദരങ്ങൾ എന്നെ സ്നേഹിച്ചത്. ശരിയല്ലേ? ഒരാൾ പോലും എനിക്ക് സപ്പോർട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്ന ചേച്ചിയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്ന ഇതാണ്. ആദ്യമായിട്ട് ഞാൻ ഒരു ചാനൽ പറയണം, ഞാൻ സീസൺ 2 പോകുമ്പം എനിക്ക് വേണ്ടി ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ചേച്ചിയോട് പറഞ്ഞിട്ട് വന്നു, ചേച്ചി ഡെയിലി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ, എനിക്ക് കിട്ടുന്നതിന് 1000 രൂപ വെച്ച് ഞാൻ ചേച്ചിക്ക് തരാമെന്ന്. സത്യമായിട്ട് 70 ദിവസം നിന്നതിന് ആ ചേച്ചിക്ക് ഞാൻ 70,000 രൂപയും കൊടുത്തു. ഇപ്പോൾ കേട്ട ജെല്ലി ചോദിക്കുന്നെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുറത്തിങ്ങനെ വീഡിയോ ടൈം അനുസരിച്ച് സെറ്റ് ചെയ്യാതെ വേറെ എങ്കിലും എത്തിച്ചിട്ട് അതൊക്കെ ഈ കളിയിലൊരു സുഖമില്ലാത്തൊരു ഇടപാടായിട്ട് തോന്നി. ശരിയാണോ? ശരിയല്ലേ? ശക്തമായ PR വർക്കുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പുറത്തേക്ക് കയറി. അതുകൊണ്ടാണ് എനിക്ക് ആ ജാസ്മിൻ്റെ പ്രവർത്തനത്തിലൊക്കെ എനിക്ക് അത്രത്തോളം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത്. കാരണം ഞാൻ കണ്ടപ്പോൾ അത് ഞെട്ടിപ്പോയി അല്ലേ. അത് എല്ലാം സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ പ്ലാന്റുകളായിരുന്നു, പ്രീ പ്ലാൻ. പക്ഷേ ഞങ്ങളുടെ സീസൺ 1 ആണെങ്കിലും സീസൺ 2 ആണെങ്കിലും ഇങ്ങനെയുള്ള പ്ലാനുകളൊന്നും പുറത്ത് കാണാനേ പറ്റിയിട്ടില്ലായിരുന്നു. ശരിയല്ലേ? എൻ്റെ കൂടെയുള്ള സീസൺ 2 ആരുടെയും ഒരു പ്ലാനുകളും പുറത്തുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. സീസൺ 1 ഇല്ലായിരുന്നു. അത് ട്രൂ ആയിട്ട് തന്നെ എനിക്ക് 1ഉം 2ഉം വന്നു. പക്ഷേ അതിന് ശേഷം വന്ന് PR വർക്കുകൾ ഇതിപ്പോൾ PR വർക്ക് നിങ്ങളുടെ നീ ആർക്കെങ്കിലും PR വർക്ക് എന്നെ തെറി വിളിക്കരുത് കേട്ടോ. ആരെങ്കിലുമൊക്കെ എനിക്ക് മനുവിൻ്റെ പേര് മാത്രമേ, അതുകൊണ്ട് മനു എന്ന് പറയുന്നത്. നിങ്ങളാരെങ്കിലും PR വർക്ക് ചെയ്യുന്നെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ജീവിക്കാൻ വേണ്ടി നമ്മൾ നല്ല തൊഴിൽ ചെയ്യുന്നു, അത് ഓക്കെയാണ്. പക്ഷേ അത് കുറേ പേർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോകുമ്പം മറ്റുള്ള ഇതൊന്നും ഇല്ലാതെ പോയാൽ, ഞാൻ ചോദിക്കട്ടെ, റോക്കിക്ക് ഇതില്ല എങ്കിൽ അത് നമ്മൾ റോക്കിയോടെ ചെയ്യുന്ന അധർമ്മം തന്നെയല്ലേ? അതിനകത്ത് മറ്റ് കണ്ടസ്റ്റൻസിന് PR വർക്ക് ചെയ്യാൻ കൊടുക്കാൻ പൈസയില്ല. അവരങ്ങനെയൊന്നും PR ചെയ്യാതെ സത്യസന്ധമായി ന്യായമായിട്ട് അവർ നീതിപൂർവ്വം അകത്ത് കയറി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാക്കിയിട്ട് പോയവരും മറ്റവരോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ അത് എതിർത്തത്. കളി തുടങ്ങിയതിന് ശേഷം താനേ വന്ന് ചേർന്ന കൂട്ടം നമുക്ക് വന്നതുപോലെ അല്ലേ, എല്ലാവരും വന്ന് ചേർത്ത് അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ചെയ്ത വർക്കുകൾ അവർ തിരിച്ച് ജയിച്ചു വരുമ്പം അതിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഷെയർ വാങ്ങിക്കട്ടെ, അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഒരു കോമൺ ആയിട്ടൊരു ഇത് കയറുമ്പം കുറച്ച് പേരെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുന്നതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല. എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. സപ്പോർട്ട് ചെയ്യാന്നുള്ളത് സപ്പോർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇഷ്ടം പോലെയാവും. ഞാൻ പക്ഷേ പറയണമെന്നുള്ളത് കൃത്യമായി പറയാൻ ശ്രമിക്കും. ഓക്കെ, പറഞ്ഞു. റോബിൻ്റെ കല്യാണം ആയോ? ഇല്ലില്ല, ഞാൻ അറിഞ്ഞില്ല. അവരുടെ പ്രേമത്തിനെ കുറിച്ച് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ അതുവരെയ്ക്കും. റോബിൻ്റെ കല്യാണം ആയോ? ജൂണിൽ. വിളിക്കും. നമ്മുടെ അനിയനല്ലേ, ഉറപ്പായിട്ട് റോബിൻ്റെ കല്യാണം എന്നെ വിളിക്കും. എനിക്ക് ആരുടെയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയ്ക്കും. കല്യാണം വന്നാൽ തീർച്ചയായിട്ടും റോബിൻ വിളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞങ്ങൾ തമ്മിൽ ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസ് ഷോയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് കോമൺ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്ന ഡയലോഗുകളാണ്. അല്ലാതെ അതൊരു ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ പറയുന്ന സാധനമാണ്. അല്ലാതെ ആർക്കും എതിരെയോ അല്ലെങ്കിൽ വ്യക്തിപരമായ പറയുന്നതല്ല. ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഫൈറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ പറയുന്ന പോലെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറയും, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വ്യക്തിപരമായി ഞാനും റോബിനും സഹോദരങ്ങളാണ്, ഞാനും അഖിലും സഹോദരങ്ങളാണ്. കഴിഞ്ഞു പോയ എല്ലാ ജൂനിയേഴ്സും എല്ലാ ആർട്ടിസ്റ്റുകളും എൻ്റെ സുഹൃത്തുക്കളാണ്, യാതൊരു സംശയമില്ല, പ്രത്യേകിച്ച് സീസൺ 2 അതുകൊണ്ട് റോബിൻ ഉറപ്പായി കല്യാണം നടന്നാൽ എന്നെ വിളിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കല്യാണം നടന്നാൽ എന്നെ റോബിൻ വിളിക്കാതിരിക്കില്ല, ഇതാണ്.